ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് മക്കൾക്കും രജിയാണ്ടൊക്കെ ഡ്രസ്സ് എടുത്ത്. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഓൾറെഡി ഡ്രസ്സൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ആ കല്യാണത്തിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് മാത്രം രജിയാണ്ടോ എടുത്താൽ മതി. അങ്ങനെ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു, ബ്യൂട്ടി പാർലറിലേക്കാണ് നേരിട്ട് പോയത്. രാവിലെ ഇറങ്ങി 11 മണിക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണീൻ്റെ അടുത്തൊക്കെ ആയിരിക്കും. ഇവർക്ക് ഡ്രസ്സ് എടുത്ത എന്നെക്കാട്ടിലും ഡേഞ്ചറാണ് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലിട്ട്. അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് തന്നെ എനിക്കൊണ്ട് ഇവളായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുക കേട്ടോ. അങ്ങനെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എനിക്കിഷ്ടമാണ് മേക്കപ്പ് ചെയ്ത്. അവൾ മേക്കപ്പ് ചെയ്ത് കാണാൻ കേട്ടോ. അനിയത്തിയും ഞങ്ങളൊക്കെ ഉണ്ട്. ത്രെഡ് ചെയ്യണം. വലിയ മേക്കപ്പ് അല്ല കേട്ടോ ചെയ്യാൻ വന്ന്, വെറുതെ ക്ലീനപ്പും ത്രെഡിങ് അങ്ങനെയൊക്കെ. ഇതൊക്കെ ബ്രൈഡാട്ടോ, 2 ബ്രൈഡാണിത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അനുഗ്രഹ എന്നാട്ടോ അവളെ പേര്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം വേറെ ഒരു പരിപാടിയും കാണിക്കാനായില്ല കേട്ടോ. വീഡിയോസ് ഒന്നും എടുക്കാൻ ഭയങ്കര തിരക്കായിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ രജിയാൻ വന്ന് ഞങ്ങൾ പിന്നെ ബാലുശ്ശേരിക്ക് മലയമ്മയ്ക്ക് പോവാട്ടോ. REC ആണ് ഞങ്ങൾക്ക് പരിപാടി ഉള്ളത്. ഹൽദിയാണ് കേട്ടോ, ബ്രൈഡ് ടു ബി. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല, ഞങ്ങൾ 4 ആൾ. അച്ഛനും അമ്മയ്ക്കും ഒരാഴ്ച മുന്നേ പോയിട്ട്. കല്യാണം ആരതാ വെച്ചാൽ അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോളെ കല്യാണം കേട്ടോ. ഞാൻ ഇത് ഞാൻ പേഴ്സ് കാണിക്കുന്നത് ഞങ്ങൾ മാമൻ്റെ മോക്ക് വളയാട്ടോ കൊടുക്കുന്നത്. ഞാനല്ല കൊടുക്കുന്നത്, അമ്മയാണ് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇന്ത്യ അനിയത്തിൻ്റെ കല്യാണത്തിനൊക്കെ മാമ ഞങ്ങൾ വളയാണ് തന്ന്, ഓരോ വള വീതാട്ടോ തന്നത്. അപ്പം ഒക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ അതും കൊണ്ടാണ് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഈ പരിപാടി വെള്ളിയാഴ്ച രാത്രി ആയിട്ടോ പരിപാടി. എൻ്റെ കല്യാണത്തിന് 7500 സ്വർണത്തിന് 1 പവൻ കിട്ടും. അനിയത്തിൻ്റെ കല്യാണത്തിന് 24 1 പവൻ. ഇന്നിപ്പോൾ എത്രയായിന്നറിയാം, 54 ചില്ലറയായി 1 പവൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇനി ആരെങ്കിലും സ്വർണം കൊടുക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വർണം കൊടുക്കാതിരിക്കുന്ന നല്ല പൈസ കൊടുക്കുക കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചു. മലയമ്മ എത്തിയിട്ടോ. മലയമ്മത്തെ പെട്രോൾ പമ്പിലായിട്ട് മക്കളൊക്കെ ഉറങ്ങിയിട്ടോ. നല്ല ഉറക്കമാണ്. ഋത്തുക്കെ നല്ലോണം ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പ്രശാന്ത് മാമൻ്റെ വീട്ടിലായിട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി വരുമ്പോൾ ചേച്ചീൻ്റെ വീടാണത്. ഞങ്ങൾ ഫസ്റ്റ് ചേച്ചീൻ്റെ വീട്ടിലേക്ക് കയറി. എല്ലാവരും അവിടെ ഉണ്ട്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് മോള് വിളിക്കുകയും ചെയ്ത് ചിന്നി ചേച്ചിയെ വരി, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാനും ഈ ഹൽദിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതൊക്കെ ചെയ്യാൻ ഒന്ന് വേഗം വരിയെന്നാണ്. ഞാൻ അങ്ങനെ പേഴ്സ് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുക. പിന്നെ തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് അത് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. വേഗം അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് കയറി. അപ്പോൾ എല്ലാവരും ഒരുങ്ങി സെറ്റായി. അപ്പം ഞാൻ മോള് ഒരുങ്ങി മേക്കപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താക്കി വേഗം മഞ്ഞപ്പൊടിയാണ് ചെയ്യുന്നത് വെച്ചാൽ മഞ്ഞപ്പൊടിയൊക്കെ കലക്കി റെഡിയാക്കുക. പക്ഷേ മഞ്ഞപ്പൊടി കലക്കണ്ടില്ലായിരുന്നു. മിൽട്ടാനി മിൽട്ടില്ലേ, അത് കലക്കിയാൽ മതി. പക്ഷെ അതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനിതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസും ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് അറിയില്ലേ, അതേപോലെ എന്നാലും കളർഫുള്ളായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഫോട്ടോസിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ കുറേ വീഡിയോസ് ഉള്ളത് കൊണ്ട് ഇതായി കിടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഹൽദീൻ്റെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ മോൾ ഒരുങ്ങി. അപ്പം മോള് പറഞ്ഞു മഞ്ഞൾ വേണ്ട ചിന്നി ചേച്ചിയെ, മിൽട്ടാണി മിൽറ്റ് ഉണ്ട് അത് ചെയ്യുക. അങ്ങനെ പിന്നെ ഓള് വേഗം അത് എടുത്തുകൊണ്ട് വന്ന്, മാമിക്ക് അറിയില്ല, എന്നാൽ എടുത്തുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ സെറ്റാക്കി. എന്ന് വെച്ചാൽ മുഖത്ത് ഇതൊക്കെ ഫേഷ്യലും ബ്ലീച്ചൊക്കെ ചെയ്താണല്ലോ. അപ്പം മഞ്ഞൾ തേക്കുമ്പോൾ അതൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതൊക്കെ സെറ്റാക്കി ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ മാമനെയും മാമീനെയും കാണുന്നില്ല. അപ്പോൾ സമയം ഒരുപാട്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 8 മണിയായി. ഞാനിങ്ങനെ വിചാരിക്കുക, പഠിച്ചോനെ ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനാണോ എന്ന് ചിന്തിച്ചു വയ്ക്കുന്നത്. വെച്ചാൽ അന്നപ്പോഴേക്ക് കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. സന്തോഷമായി, അങ്ങനെയല്ല സന്തോഷമായിട്ട് ആ പരിപാടിക്ക് കൂടാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷമൊക്കെ ഒക്കെ ചെയ്ത് പിന്നെ ഒരുക്കങ്ങളായിട്ടോ. അങ്ങനെ ഇത് മാമനും മാമിയും കണ്ണനും ആട്ടോ.
പിന്നെ അങ്ങനെ ഓരോരുത്തർ കൊടുത്തോണ്ട് ഫോട്ടോസും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് എടുക്കുന്ന ക്ലിയർ കാണാം. രാത്രി ആയതുകൊണ്ടായിരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ പോരാ കേട്ടോ. ഇത് ചെറിയാമ്മനും മാമിയാട്ടോ. ഇതിൻ്റെ 2 മക്കളെ വിളിച്ചപ്പോൾ വേഗം വന്നു കേട്ടോ. മക്കൾ ചെയ്യാനൊക്കെ എടുക്കാനൊക്കെ. രജിയാണെയാണ് വിളിച്ചാൽ ഒരു വയ്യോട് വലി വരൂല. ഇത് അമ്മേൻ്റെ ഏടത്തിയാട്ടോ. ഇതും അമ്മേൻ്റെ ഏടത്തിയാണ്. വേദൂസാട്ടോ എൻജോയ് ചെയ്ത് കണ്ടോ സ്റ്റേജിൻ്റെ മുകളിൽ. ഓളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത്. പിന്നെ വേദൂസിനെ എടുത്ത് മക്കൾ ഫോട്ടോസ് എടുത്തു. പിന്നെ ഇതിൻ്റെ അച്ഛനും അമ്മയും. വേദൂസ് കണ്ടോ കൈയ്യടിക്ക് പാട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോള് കേട്ടോ. ഇത് ആങ്ങളേൻ്റെ മക്കളാട്ടോ. എൻ്റെ ആങ്ങളേൻ്റെ മക്കളാണ്. ആങ്ങളെന്ന് വെച്ചാൽ നേരെ ആങ്ങളെയല്ല, അമ്മേൻ്റെ അടുത്തിൻ്റെ മോനാട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇതിൻ്റെ നാത്തൂനും ചേച്ചിയാട്ടോ. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തപ്പം എല്ലാവരെയും പിന്നെയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നിട്ടു. അപ്പോൾ വീഡിയോസിൽ എഡിറ്റ് ചെയ്തപ്പോൾ ആണ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്താ വെച്ചാൽ പിറ്റേന്ന് രജിയാണ്ട് പണിക്ക് പോകണം. പിന്നെ അതല്ല കല്യാണം 20-21 ഭയങ്കര കല്യാണം. രജിയാണ്ട് ഫുഡ് ചോറായതുകൊണ്ട് രജിയാണ്ട് കഴിക്കാൻ പറ്റിയില്ല. രാത്രി രജിയാൻ ചോറ്. പിന്നെ ഞാൻ അത്ര ഇതാക്കിയതില്ല. ഞങ്ങൾ 3 ആൾ നല്ലോണം ഫുഡ് അടിച്ചിട്ടോ. അങ്ങനെ പിന്നെ രജിയാൻ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കെങ്കിൽ വിശക്കുന്നുണ്ട്. അങ്ങനെ മക്കളൊക്കെ നല്ല ഉറക്കാട്ടോ. അപ്പോൾ വിജയൻ പറഞ്ഞു മക്കളെയും വിളിക്കുക. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ വേണ്ട നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ ഫുഡ് കഴിക്കുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ വേഗം എണീറ്റ് വന്നപ്പോൾ വേഗം എണീറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തട്ടുകട എവിടെയാണെന്നറിയില്ല, എഗരൂലാണെന്ന് തോന്നുന്നു ഇത്. അങ്ങനെ പുട്ടും ചപ്പാത്തിയും വെള്ളയപ്പൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കറിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷെ മക്കളൊക്കെ വാരി കോരി കുടിക്കുന്നതാണ്. പിന്നെ ഒരു സ്പ്രിങ് ചിക്കനോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങൾ. ആ സ്പ്രിങ് ആർക്കും തികഞ്ഞില്ല എന്നാണ്. എനിക്ക് പിന്നെ അത് മതിയായിരുന്നു കേട്ടോ. പക്ഷേ രജിയാണ് രണ്ടാമത്തെ ഓർഡർ ചെയ്താൽ രജിയാണ് ഭയങ്കര ചൂടാട്ടോ, തൊടാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.